നമസ്കാരം ഗൈസ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് കണ്ട ഒരു വാർത്തയെക്കുറിച്ചാണ്. കാരണം ഇപ്പം ഇലക്ഷൻ്റെ ടൈമാണ്. നമ്മുടെ നാട്ടിൽ കോൺഗ്രസും അതുപോലെ തന്നെ LDFും അതുപോലെ തന്നെ NDAയും ഒക്കെ ഇലക്ഷനോടനുബന്ധിച്ച് പല രീതിയിലുള്ള പ്രചരണങ്ങളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ 10 വർഷമായി LDF ആണ് നമ്മളെ ഭരിക്കുന്നത്. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഭരണമാറ്റം കേരളത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാം. എന്നാൽ വ്യത്യസ്തമായൊരു വാർത്തയാണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. കാരണം മറ്റൊന്നുമല്ല, വയനാട് ദുരന്തം അനുഭവിച്ച സമയത്ത് ഈ ദുരന്തമൊക്കെ ഒരു ലാക്കാക്കിക്കൊണ്ട് ഇതൊക്കെ ഒരു മുതലെടുപ്പ് നടത്തിയൊരു പാർട്ടിയായിരുന്നു LDF എന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല. കാരണം ഏകദേശം 780 കോടിയോളം രൂപ കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ഏകദേശം 299 കോടി രൂപയുടെ വർക്കുകളാണ് ഇലക്ഷനോടനുബന്ധിച്ച് നമുക്കറിയാം. ഈ ഒരു മാസം മുമ്പാണ് കുറച്ച് വീടുകളുടെ പണികൾ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ താക്കോൽദാനം നടത്തി ഓടിച്ചിട്ടുള്ള ഇനാഗുറേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയത്. എന്നാൽ അവിടെ പല വീടുകളും ഇപ്പോഴും വാസയോഗ്യമല്ല എന്നും പറഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ഇല്ല, പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ വീട് മാത്രം എക്സ്പോസ് ചെയ്ത് കാണിച്ചുകൊണ്ടാണ് അവരെന്ന് ഇനാഗുറേഷൻ നടത്തിയത്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തതാണ് എന്ന് നമുക്കെല്ലാം ചോറ് തിന്നുന്ന ഏതാനും മനസ്സിലാകുന്നൊരു കാര്യമാണ്. എന്നാൽ ഞാനിത് പറയാനുള്ള കാരണം, എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരാലാകുന്ന പോലുള്ളൊരു ചാരിറ്റി അവർ സപ്പോർട്ട് ചെയ്തു. അവർ കോൺഗ്രസ് പറഞ്ഞു, മുസ്ലിം ലീഗ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അതിനനുസരിച്ച് ഇപ്പോൾ ഇവർ കാണിക്കുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DYFI പ്രവർത്തകർ കോൺഗ്രസ്സുകാർ മേടിച്ച ലാൻഡിൽ പോയിട്ട് അവിടെ അവർ കുടിൽ കെട്ടി ഇവർ എന്ത് ചെയ്യുക, സമരം നടത്തുക. നാണെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇവന്മാരത് ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാരണം മറ്റൊന്നുമല്ല, ഈ 780 കോടി രൂപ കൂടാതെ കേന്ദ്രത്തിൻ്റെ ഫണ്ട് കൂടെ കിട്ടിയതാണ് ഇവിടെ വയനാട് ജനങ്ങളെ അധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ പൈസ ഒരു പാർട്ടിയുടെ സംഭാവനയല്ല, ജനങ്ങൾ കൊടുത്ത പൈസയാണ്. അതുപോലും കൃത്യമായിട്ട് നിർവഹിക്കാതെ, അതുപോലും കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കാത്തവന്മാരാണ് ഇപ്പോൾ ഈ കുടിൽ കെട്ടി പരിപാടിക്ക് പോകുന്നത്. നാണമുണ്ടോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം. ഒരു സാധാരണ മനുഷ്യൻ, സാധാരണ ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം കേരളത്തിൽ താമസിക്കുന്ന നമ്മളെയൊക്കെ അവസ്ഥ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനും നിങ്ങളും എല്ലാം നമ്മളെല്ലാം സംഭാവന കൊടുത്തിട്ടുള്ള അതിൻ്റെ അകത്ത് എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ഇവർക്ക്. കൃത്യമായിട്ടാണ് കഴിഞ്ഞ 10 വർഷം ഇവർ തുടർഭരണം വന്നുള്ള വിഷയം ഏകാധിപത്യമായി പോകും, രാജഭരണം പോലെ തന്നെയാവും. കഴിഞ്ഞ 5 വർഷം ഭരിച്ചു, രണ്ടാമത് വീണ്ടും ഒരു 5 വർഷം കൂടെ ഇവർ ഭരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് രാജഭരണമായി. ഇവരുടെ ഗുണ്ടായുസം, ഇവരുടെ തോന്നിവാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് മുമ്പോട്ടിറങ്ങാൻ മേല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ലോട്ടറി ഒരു വരുവാക്കി, മദ്യഷാപ്പുകൾ, ബിവറേജസ് കൂടുതൽ തുറന്നു. LDF എല്ലാം നന്നാകുമെന്ന് പറഞ്ഞാണ് ഇവർ 2014-15 ഇവരുടെ ഒരു മുദ്രാവാക്യം തന്നെ അത് തന്നെയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് UDF പ്രവർത്തകരെക്കാൾ കൂടുതൽ ഫണ്ട് വിനിയോഗിച്ച് ഇലക്ഷൻ പ്രചരണം നടത്തുന്നത് LDF ആണ്. എവിടെ നിന്നാണ് ഇവർക്ക് ഫണ്ട്? ജനങ്ങളുടെ ഫണ്ടാണ്. ഒരു KSRTC നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ തലയാണ് കാണുന്നത്. ഞാനിപ്പോൾ ഇന്ന് നോക്കുമായിരുന്നു, നമ്മുടെ ഉഴവൂർ, മരങ്ങാട്ടുപള്ളി, പാലാ ഏരിയകളിലൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പം നമ്മുടെ മണ്ഡലത്തിൽ, കടുത്തുരുത്തി മണ്ഡലത്തിൽ മോൻസ് ജോസഫിൻ്റെ ഫ്ലെക്സിനേക്കാൾ കൂടുതലും LDFൻ്റെ നിർമ്മല ജിമ്മയുടെ ഫ്ലെക്സാണ് കൂടുതലിരിക്കുന്നത്. കണ്ടമാനം ഇവർക്ക് എവിടെ നിന്ന് കാശ് വരുന്നേ? ഇതെല്ലാം നമ്മുടെ ജനങ്ങളുടെ പൈസയാണ്. എന്തുമാത്രം ഫ്ലെക്സാണ് പിണറായി വിജയൻ്റെ പേരിൽ, എന്തുമാത്രം ഫണ്ടാണ് ഇവർ വിനിയോഗിക്കുന്നത്. ഇത് എവിടെ നിന്ന് കാശ്? ഇതൊക്കെ നമ്മുടെ കാശാണ്. ഭരണത്തിലിരിക്കും ഇവരെടുത്ത് വിനിയോഗിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ്സിൽ ഇപ്പം ഞാൻ നോക്കട്ടെ, നമ്മുടെ ഈ കടുത്തുരുത്തി മണ്ഡലത്തിൽ മോൻസ് ജോസഫിൻ്റെ സാധാ ഈ പട്ടിക, ഞാനിന്ന് പള്ളിയിൽ പോയിട്ട് വന്ന സമയത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് വണ്ടി വരുന്ന സമയത്ത് ഞങ്ങൾ സംസാരിക്കണുണ്ട്. കാരണം നിർമ്മലാജിയുടെ കണ്ടമാനം ഫ്ലെക്സ്, അത് റെൻറ്റഡ് ഇരുമ്പ് പൈപ്പ് നാട്ടി അതിലാണ് ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. ഒഴവൂർ ഏരിയയിലെല്ലാം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാനൊരു വീഡിയോ എടുക്കാൻ വിട്ടുപോയി, എങ്കിലും ഞാൻ പറയുകയാണ്. എന്നാലും മോൻസ് ജോസഫിൻ്റെ ചുമ്മാ സാധാരണ പട്ടിക അടിച്ചിട്ട് അതിലുള്ള ഫ്ലെക്സാണ് അദ്ദേഹത്തിൻ്റെ പല സ്ഥലങ്ങളിലും വെച്ചിരിക്കുന്നത്. ജനങ്ങളുടെ പൈസ കട്ടുമുടിച്ചിട്ട് ഇത്രയും വൃത്തികേട് കാണിച്ചിട്ട് വീണ്ടും ഗുണ്ടായുസം തോന്നിവാസമായിട്ട്. കാരണം ഈ ഗുണ്ടായുസത്തെ വളർത്തുന്നത് ഈ പാർട്ടിയാണ്. പോലീസിന് നിഷ്പക്ഷമായ രീതിയിൽ തീരുമാനം എടുക്കാനും കേസെടുക്കാനും പറ്റാത്ത രീതിയിൽ സ്വാധീനിക്കുന്ന ഇവരാണ്. എന്ത് നഷ്ടമില്ല. അതേസമയം ഞാനൊരു കാര്യം പറയട്ടെ, ഒരു BJP മേടിച്ച ഒരു സ്ഥലത്തേക്ക് എന്ത് ഇവന്മാർ പോകാത്ത? കാരണം തിരിച്ചടിക്കുമെന്നറിയാം, അടി തിരിച്ച് കിട്ടുമെന്നറിയാം. അതുകൊണ്ട് അവന്മാർ അങ്ങോട്ട് പോകത്തില്ല. കോൺഗ്രസ്സുകാർ സാധാരണക്കാരായതുകൊണ്ടും അവരങ്ങനെ ചെയ്യത്തില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ ഭൂമി കയറി കയ്യേറ്റം ചെയ്ത് കാണിക്കുന്നത്. പറയാതിരിക്കാമല്ലോ, ഈ നികൃഷ്ട ജീവികളെ സത്യത്തിൽ ജനാധിപത്യ ഭരണത്തിൽ ഇവരെ ഈ വർഷം മാറ്റിയില്ലെങ്കിൽ കേരളത്തിൽ വരാൻ പോകുന്ന വൻ നാശമാണ്. അത് പറയാതിരിക്കാൻ മേല. കാരണം സിസ്റ്റം മുഴുവൻ താറുമാറായി. ഇനി ഒരു 5 വർഷം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കേരളം തീർന്നു. ഒറ്റ പിള്ളേരിവിടെ നിൽക്കുന്നില്ല, പഠിച്ചിറങ്ങുന്ന എല്ലാം എന്നെ നമുക്ക് അറിയാം. ഇവിടെ എന്താ ഉള്ളത്? വിലയില്ലാത്ത എന്താ ഉള്ളത്?
1000 രൂപ കൂലി കിട്ടുന്നവന് മിച്ചം വരും, വീട്ടിൽ വരും, ഒന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? ബിവറേജ് മുട്ടും തുറന്നിട്ട് നല്ല രീതിയിലാണ് ഇതിന് റേറ്റ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ കൂലിപ്പണിക്കാരൻ എന്ത് ചെയ്യും? പണി കഴിഞ്ഞ് 2 അടിക്കുന്നവന് വീട്ടിലൊന്നും കൊണ്ടുപോകാനില്ല, അവന് ബിവറേജിലും കൊടുത്ത് വീട്ടിൽ പോകാനുള്ളേ ഉള്ളൂ. അതുപോലെ ലോട്ടറിയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എല്ലാം കാരുണ്യ പദ്ധതിയൊക്കെ പണ്ട് ഉണ്ടായിരുന്നു, അതെല്ലാം നിരത്തിലാക്കി രോഗികൾക്ക്. ഇപ്പോൾ 6-1 അല്ലെങ്കിൽ 4-1 ക്യാൻസർ രോഗികളാണ് കേരളത്തിൽ. എന്താ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്നത്? PMJY പ്രധാനമന്ത്രിയുടെ PMJY ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എടുക്കും. അല്ല സംസ്ഥാന സർക്കാരിൻ്റെ എന്നാ ഇരിക്കുന്നത് അവിടെ? ഒന്നുമില്ല. അതുകൊണ്ട് ഭരണമാറ്റം കേരള ജനങ്ങൾക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി തന്നെ നമ്മൾ പ്രവർത്തിക്കും. ജനങ്ങളിത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. കാരണം തോന്നിവാസൻ്റെ അങ്ങേയറ്റമാണ്, അതിനപ്പുറം ഗുണ്ടായുസം കൂടെയാണ് ഇലക്ഷനോടനുബന്ധിച്ച് കാണിച്ചത്. ഇപ്പോൾ ഇത് ആവശ്യമുള്ള കാര്യമാണോ? കോൺഗ്രസ് പ്ലാൻ ചെയ്യുന്ന പ്രോപ്പർട്ടിയിൽ കയറിയിട്ട് ഇമാരി ചെയ്ത് കാണിച്ചു കൂട്ടുന്നത്. ഈ 299 അല്ലെങ്കിൽ 300 കോടി രൂപ നിങ്ങൾ കണക്ക് കൂട്ടും. 300 കോടി, അതായത് 870 കോടി രൂപ കിട്ടിയതും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും കൂടാതെ കിട്ടിയ ഏകദേശം 1,500 കോടിയോളം കിട്ടിയ ഫണ്ടിൽ നിന്ന് വെറും 300 കോടി രൂപ അതും കംപ്ലീറ്റ് ചെയ്യാതെ കിടക്കുന്ന, ജനങ്ങളുടെ കാശ് വിനിയോഗിക്കാതെ കിടക്കുന്നവന്മാരാണ് ഈ തോന്നിവാസ പരിപാടിയായിട്ട് ജനങ്ങളുടെ മുമ്പിൽ കിടന്ന് കാണിക്കുന്നത്. പറയാതിരിക്കാൻ മേല. ഇതുപോലുള്ള നാറിയ സർക്കാരിനെ, നാറിയ രാഷ്ട്രീയ പാർട്ടിയെ നീക്കാതെ നമ്മുടെ നാട് നന്നാകത്തില്ല എന്നാലും യാതൊരു സംശയവുമില്ല. എയ്തർ BJP ഓർ കോൺഗ്രസ് ആ ഒരു ലെവലിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. BJPക്ക് ഒരിക്കലും ഇല്ലാത്ത സപ്പോർട്ട് എനിക്ക് തോന്നുന്നു ഈ സമയങ്ങളിൽ ഈ ഇലക്ഷനോട് കൂടി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും നമ്മൾ BJP സപ്പോർട്ട് ചെയ്യുന്നില്ല, എങ്കിലും പറയുകയാണ് കുറച്ചുകൂടെ അക്കൗണ്ട് അവർ ഓപ്പൺ ആക്കും ഈ LDF കാരണം. അപ്പോൾ ഗൈസ്, ഇലക്ഷനാണ്, നോക്കിയും കണ്ട് വോട്ട് ചെയ്യുക. ഞാൻ കടുത്തുരുത്തി മണ്ഡലമാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി മോൻസ് ജോസഫാണ്. ഞങ്ങളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആവശ്യത്തിലധികം വികസനം MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് മനസ്സിലാക്കുക, നോക്കുക. കുറവലങ്ങാടാണെങ്കിൽ പല കാര്യങ്ങളുണ്ട്, കടുത്തുരുത്തിയിൽ പല കാര്യങ്ങളുണ്ട്. പല വികസനം അദ്ദേഹത്തിൻ്റെ പേജസ് നിങ്ങൾ നോക്കുക, ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുക, നിങ്ങൾക്കത് മനസ്സിലാകും. കൃത്യമായ രീതിയിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ വന്ന വലിയൊരു വിപത്താണ് എന്നൊരൊറ്റ വാണിംഗ് മാത്രമേ എനിക്കത് സംസാരിക്കാനുള്ളൂ. കാണാൻ വീണ്ടും അടുത്ത വീഡിയോയുമായി. ഇതുവരേക്കും ബൈ.